തൃശ്ശൂർ പോകാൻ വേണ്ടി ഒരുങ്ങി സെറ്റായി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വെളുപ്പിന് 6 മണിക്കാണ് ഗൈസ് ഞങ്ങൾക്ക് ട്രെയിന്. ആ ട്രെയിനിന് വേണം പോകാൻ. ഇവിടെ എല്ലാവരും ഒരുങ്ങുന്നതേ ഉള്ളൂ. നമുക്ക് ഈ മേക്കപ്പൊക്കെ മതി. ട്രെയിനിൽ ഒരു എറണാകുളമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പൊട്ടിയിട്ട് തുടങ്ങാം. അതെ, നമ്മൾ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം ഗൈസ്. ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഭയങ്കര ഇരുട്ടാണ് ഗൈസ് പുറത്തൊക്കെ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം. നമുക്ക് നേരെ തൃശ്ശൂർക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ വിഗ്രപിച്ച കോടിപ്പടികളൊക്കെ ഇടങ്ങി തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടി സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഉണ്ടോ സോനം നമുക്ക് വെള്ളമൊക്കെ മേടിച്ചിരുന്നുണ്ടോ? ഒരു ട്രെയിൻ വന്നിട്ടുണ്ട് ഗൈസ്. അത് പക്ഷെ നമുക്ക് പോകാനുള്ള ട്രെയിനല്ല. നമുക്ക് പോകാനുള്ള ട്രെയിൻ അടുത്തതാണ്. പാലരുവി എക്സ്പ്രസ് സംതിങ്. എക്സ്പ്രസ് അല്ല, എക്സ്പ്രസ്. ട്രെയിൻ ചിഹ്നം വിളിച്ചു ഗൈസ്. നമ്മളപ്പം അങ്ങനെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഇപ്പോൾ സമയം ഒരു 6 മണിയായി. 6:05 നമുക്കൊരു പാലരുവി എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ആ ട്രെയിനിനാണ് നമ്മൾ പോകുന്നത്. വ്ളോഗ് എടുക്കുമ്പോൾ എല്ലാവരും ഒരു നോക്കുന്നത് ഇവർ ലുക്കിംഗ് ലൈക്ക് ദിസ്. സോഫി പൊട്ടിയിടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്തുണ്ട്. ഞാൻ വ്ളോഗ് എടുക്കുന്ന അറിഞ്ഞുകൊണ്ട് അവർ കറണ്ട് ഓഫ് ചെയ്ത് ഗൈസ്. ഞാനിവിടെ വന്നിരുന്നപ്പം ഇവിടെ നല്ല വെട്ടായിരുന്നു ഗൈസ്. ഞാൻ അങ്ങനെ വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരടുത്ത് ലൈറ്റ് കളഞ്ഞു. ബാക്കി എല്ലായിടത്തും ലൈറ്റ് ഉണ്ട്, ഇവിടുത്തെ മാത്രം ലൈറ്റ്. മനപ്പൂർ എന്നെ പ്രശസ്തിയാക്കണ്ട എന്ന് കരുതി ചെയ്തു തന്നു. അപ്പോൾ ട്രെയിനിൽ കയറി നമുക്കൊന്ന് ഉറങ്ങണം. കാരണം ഉറക്കൊളിച്ചെന്നെ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ട്രെയിനിൽ കയറി ഉറങ്ങണം. പിന്നെ വ്ളോഗൊക്കെ മുറിഞ്ഞായിരിക്കും വ്ളോഗ് വരുന്നത്. കാരണം ചിലതിനകത്ത് ഓടി എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ആളുള്ളതാണ് ഭയങ്കര ഷൈ വരും. പിന്നെ രണ്ടാമത് വീഡിയോ എടുക്കാൻ മറന്നു പോകും. പിന്നെ മൂന്നാമത് തിരക്കിനിടെ വലിയൊരു ഫോൺ അടിച്ചുകൊണ്ട് പോയാൽ എനിക്കല്ലേ നഷ്ടം. ക്യാമറ ഇവിടെ ആയിരിക്കുന്നു. ഞാൻ പക്ഷെ അങ്ങോട്ട് നോക്കിയായിരുന്നു കോങ്ങണ്ടെന്ന് കരുത്. അങ്ങനെ ഞങ്ങൾ എന്തൊരു പാലരുവി എക്സ്പ്രസ്സോ അങ്ങനെ അതാണ് കേട്ടിടത്തോളം അതാണ്. അതിന് പോകാൻ വേണ്ടി തിരുവല്ലയിലെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ വന്ന് കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. കടയൊക്കെ അടച്ചിട്ടേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തിപ്പറന്ന് ഷേക്ക് എടുക്കണമെന്നുണ്ട്. പറ്റത്തില്ല. ഒരു സെക്കൻഡ് 6:05 വണ്ടി. 6 മണിയായതേ ഉള്ളൂ. വണ്ടി വരുമായിരിക്കും. 10 മണിയാകുമ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് എന്നിട്ട് എറണാകുളത്ത് നിന്നിട്ട് വേണം കേസ് നമുക്ക് ഒരുങ്ങാൻ. എറണാകുളത്ത് നിന്നിട്ട് വേണം നമുക്ക് പുട്ടിയിടാം. നമ്മൾ മാമോദിശയ്ക്ക് പോകുന്നതിൻ്റെ ആ ഒരു പുട്ടിയൊക്കെ നമുക്ക് ഇടണമെങ്കിൽ എറണാകുളത്തിട്ടാണ്. സീറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ പുട്ടിയിടും. സീറ്റ് കിട്ടാത്ത പക്ഷേ നമ്മൾ പുട്ടിയില്ലാതെ തൃശ്ശൂർ വരെ പോകുന്നതായിരിക്കും കേസ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പുട്ടിയിടുവാണ് ഗൈസ്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. അച്ഛൻ്റെ അച്ഛനെ കണ്ടോ ഗൈസ്? ഇതാണ് ഗൈസ് കൊച്ചിൻ്റെ അച്ഛൻ. ഇതാണ് ഗൈസ് ഇവാൻ. ഹായ് പറ. ഇതാണ് ഗൈസ് നമ്മുടെ ചിട്ടാപ്പി. ഇവൻ്റെ മാമോദിസയ്ക്കാണ് ഗൈസ് നമ്മൾ വന്നത്. ഹായ് പറ. ഹായ് പറ. ഹായ് ഗൈസ്.
ഇവിടെ വന്നു, ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പിന്നെ കാറ്റൊക്കെ കൊണ്ട് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ഒക്കെ ഒന്ന് കരുതി. ഞങ്ങളെ പൊടിയെ കണ്ടു, നിങ്ങളെ പൊടിയെ കണ്ടു. ഹായ് പറ, ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. കൈ ഉമ്മ കൊടുക്കാർക്ക്. അമ്മ പറഞ്ഞു ഇവന്റെ താക്കോലുണ്ടെന്ന് പറഞ്ഞു. നല്ല ഭംഗിയാണ് ഗൈസ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ. അവിടെ എല്ലാം റബ്ബറും തോട്ടമാണ്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ചെറിയ പാറയിൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പക്ഷേ വേനലായതുകൊണ്ട് ഇപ്പം ഇല്ല വെള്ളച്ചാട്ടം. ഞാനും ഒക്കെ കൂടെ ഇവിടുത്തെ സ്ഥലം കാണാൻ പോയതാണേ. ഞങ്ങൾ എന്നിട്ട് കണ്ടിട്ട് തിരിച്ച് എവിടെ പോവാ, തിരിച്ച് വീട്ടിൽ പോവാ ഗൈസ്. കാരണം ഇവർക്ക് ഇന്ന് ഇവരുടെ വീട്ടിൽ അമ്പ് പെരുന്നാൾ വരിക. അപ്പം നമുക്ക് അതുകൂടെ അമ്പ് പെരുന്നാളോടെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോത്തും. അപ്പം ഹായ് കൊടുക്കും എല്ലാവർക്കും. അമ്പ് പെരുന്നാൾ കാണാൻ പോകാമെന്ന് പറയാം. അപ്പം ഞങ്ങൾ അമ്പ് പെരുന്നാളൊക്കെ കണ്ട് ആ വീഡിയോ കാണിക്കാൻ നിങ്ങളെ ബൈ ഗൈസ്. അമ്പ് പെരുന്നാളെന്ന് പറഞ്ഞൊരു പെരുന്നാളുണ്ട്. അപ്പോൾ ഇവർ അമ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന വേറെ താളാക്കിലാണ്. ഞങ്ങൾ അമ്പ് പെരുന്നാൾ കാണാൻ നിൽക്കുന്നില്ല ഗൈസ്. ഞങ്ങൾക്ക് ട്രെയിൻ 4 മണിക്കാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ ഇറങ്ങി ഗൈസ്. പോയോ നമ്മൾ അമ്മക്ക് കൊള്ളായിരുന്നു കാണിച്ച് നമ്മൾ പൊളിച്ചു. നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാം. അങ്ങനെ തൃശ്ശൂർ യാത്ര കഴിഞ്ഞ് ഗൈസ് ഞങ്ങൾ മടുത്തു. ഇനി ഇടി പോകണം, കിടന്നുറങ്ങണം, കഴിക്കണം. ഭയങ്കര വിശപ്പ്.